അപ്പൊ ഇതുപോലെ കരുണയുള്ള, ആർദ്രതയുള്ള, അനുകമ്പയുള്ള ഒരു നല്ല പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ പിതാവിന്റെ ഹൃദയം, ഇത്രയും ശോഭകേട് ഉപദ്രവം ചെയ്തവനോടും പിതാവിന്റെ മനസ്സ് കണ്ടോ? എന്നെ ഓർത്ത്. അതുകൊണ്ടാവനെ അപ്പൊ യോബാബ് പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ മമതയൊന്നും വിലയവനെ ഞാൻ തട്ടുമെന്ന് പറഞ്ഞു. യോബാബ് 10 പേരുമായിട്ട് 3 കുന്തം എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് എബ്രഹിമനത്തിൽ കരുവേലകത്ത് മുടി തൂങ്ങിക്കിടന്ന ആടനെ അബ്ശാലോമിന്റെ പള്ളയ്ക്ക് 3 കുന്തം കുത്തിക്കടത്തി 10 പേര് വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്ന് എന്റെ ഭാഷക എബ്രഹിമനത്തിലെ കുഴിക്കകത്തവനെ തട്ടി. ഈ വാർത്ത ദാവീദ് അറിഞ്ഞു. അപ്പോൾ ദാവീദ് വാവിട്ട് നിലവിളിച്ചു, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ കുമാരാ എന്ന് പറഞ്ഞ് ദാവീദ് കണ്ടമാനം നിലവിളിച്ചു. ബേർശേബയിൽ നിന്ന് ജനിച്ച കുഞ്ഞ് മരിച്ചിട്ട് അങ്ങനെ നിലവിളിച്ചില്ല. എന്നാൽ അബ്ശാലോം ഇങ്ങനെ മരിച്ചപ്പോൾ ദാവീദ് നിലവിളിച്ച കാരണം പറയാ. എന്റെ ശൈലി പറയുക, വചനത്തിന്റെ കൂട്ടുപിടിച്ച ബേർശേബയിൽ നിന്ന് മരിച്ച കുഞ്ഞ് മരിച്ചപ്പോൾ ദാവീദിനറിയാ, ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ അവനെ കാണാൻ പോവുക. എന്നാൽ അബ്ശാലോം മരിച്ചപ്പോൾ മനസ്സിലായി, അവൻ പോയിടത്തോട്ട് ഞാൻ പോകത്തുമില്ല, ഞാൻ പോകുന്നിടത്ത് അവൻ വരത്തില്ല. അതുകൊണ്ട് ലാസ്റ്റ് കരച്ചില്ല, തീർത്ത്. അതുകൊണ്ട് മരണ വീട്ടിൽ കണ്ടമാനം നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പോകക്കേടുണ്ടാക്കി. കൂടെ കൂടെ പോകാലസ്യവും വന്നു, വെള്ളവും കുടഞ്ഞ് ശുശ്രൂഷയ്ക്കും തടസ്സമുണ്ടായി. തങ്കമ്മേലയ്ക്കും ഓർത്തോണം അബ്ശാലോം പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ദുഃഖമുണ്ട്, കണ്ണുനീരുണ്ടെങ്കിലും ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതെ പ്രത്യാശയോടെ ദുഃഖമുണ്ടെങ്കിലും അത് പ്രത്യാശയോടെ ആ ശുശ്രൂഷയിൽ സഹകരിച്ച് കണ്ണുനീര് ചിലപ്പം പടപെടാൻ ഒടുകുന്നുണ്ടായിരിക്കും ദുഃഖം കൊണ്ട്. എന്നാൽ ആ പ്രത്യാശയോടിരിക്കുന്ന ദൈവവൈദ്യരെ ഓർത്തുകൊള്ളുക. പ്രത്യാശയില്ലാത്തവരെ പോലെ നീ ദുഃഖിക്കരുത്. നമ്മെ വിട്ട് കടന്നുപോയ വിശുദ്ധന്മാര് ആയിട്ട് ഒന്നിച്ചൊരു പന്തി ഭോജനത്തിലിരിക്കുന്ന സുദിനമുണ്ട്. അതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനോട് ചോദിച്ച് 2 6 കാര്യമായി ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 2 നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. സ്തോത്രം. അവര് കർത്താവിൽ മരിച്ചിരിക്കുക. സ്തോത്രം. ഉയർപ്പിന്റെ പൊൻപുലരിയിൽ നമ്മെ വിട്ട് മൺമറഞ്ഞ് അനേകായിരം വിശുദ്ധന്മാർ, കോടി കോടി വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് ഉയർത്തു വരും. നിങ്ങളിത് അറിയാതിരിക്കരുത്. ഞാന് സമയത്തെ ചില സമയം കൂടെ എടുത്തോട്ടെ. ദൈവത്തിന് മഹത്വം. ഒന്ന്, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് ദൈവമക്കൾ. സ്തോത്രം. 2, നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നല്ല ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ ഈ നല്ല പ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. യഹോവയുടെ ദാസനാകുന്ന മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. നല്ല പ്രയോഗമാണ്. വചനപ്രകാരം മരിക്കണേ, വചനപ്രകാരം ജീവിക്കണം. ബിലെയാം പറഞ്ഞു, ഭക്തൻ മരിക്കുന്ന പോലെ മരിച്ചാൽ കൊള്ളായിരുന്നു. ചത്തതെങ്ങനെയാ? കാശാന്ന് വെട്ടേറ്റ്. ഭക്തൻ മരിക്കും പോലെ മരിക്കണേ, ഭക്തൻ ജീവിക്കും പോലെ ജീവിക്കണം. വചനപ്രകാരം മരിക്കണമെങ്കിൽ വചനപ്രകാരം ജീവിക്കണം. മോശയെ പറ്റി പറയുക, യഹോവയുടെ ദാസനാകുന്ന മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. നല്ല മരണം. എബ്രായ ലേഖനത്തിലെ വാക്യം നമുക്കെല്ലാം മനപ്പാടമാ. ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ഹാബേൽ തുടങ്ങിയുള്ള വിശുദ്ധന്മാരെ അങ്ങോട്ട് പൗലോസ് നിരത്തി. ഹാബേൽ, അതുപോലെ ഹേനോക്ക്, മാത്രമാണോ നോഹ, പിന്നെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, മോശ, ഗിദെയോൻ, യിഫ്താക്ക്, ബാരാക്ക്, ശിംശോൻ ആദിയായി വിവരിപ്പ സമയം പോരാ. പറഞ്ഞു വന്നേച്ചു പറ. അവർ വിശ്വാസത്താൽ രാജ്യമടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. പറഞ്ഞു വിശ്വാസത്തിൽ മരിച്ചു. നീ വിശ്വാസത്തിൽ ആരംഭിച്ചെങ്കിൽ വിശ്വാസത്തിൽ മരിക്കണം. നല്ല മരണമാണ്. സംഭവം പിന്നീടാണെങ്കിലും ബൈബിളിലെ പ്രയോഗം നല്ലതാ. വെളിപ്പാട് പുസ്തകത്തിൽ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ. ഇങ്ങനെ മരിക്കുന്നവരെ പറ്റി, നിദ്ര പ്രാപിക്കുന്നവരെ പറ്റി അറിവില്ലാതിരിക്കരുത്. ദൈവമക്കൾ അറിവുള്ളവരായിരിക്കണം.
പ്രത്യാശയുള്ളവരായിരിക്കണം. ഓടിച്ച് മുമ്പോട്ട് പോട്ട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. ഒന്ന്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദൈവമക്കൾ ദുഃഖിക്കരുത്. രണ്ട്, കർത്താവ് നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. നല്ല അറിവുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. അറിയാൻ മേലെ അറിവുള്ളവരോട് ചോദിക്കണം. അപ്പൊ ഒരു വചനത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ നല്ല ധൈര്യത്തോട് ഉറപ്പോട് വരുന്നാൽ ഇങ്ങനെയുള്ള രംഗങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ ആമേൻ വെപ്രാളം കാണിക്കുകയല്ല, ദൈവത്തിന് മഹത്വം അലമുറ ഇടുകയല്ല, മോഹാലസ്യം കൂടെ വരുത്തുമില്ല, ദൈവത്തിന് മഹത്വം ആട്ടെ. അപ്പൊ 6 കാര്യമാണ് പൗലോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. 2, കർത്താവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അവിടെ അടുത്തത്, ആ കണ്ണികയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മടങ്ങിവരവ് നടക്കാൻ പോവുക. ഒരു മടങ്ങിവരവ്. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കണം. ഏത് മടങ്ങിവരവ്? യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. നാം സേവിക്കുന്ന, നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്ന് മുമ്പേ സൂചിപ്പിച്ചല്ലോ. ഒരിക്കൽ യേശു വന്നു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. വരുത്തിയാച്ചോ അവിടുന്ന് ഇപ്പൊ സ്വർഗത്തിലുണ്ട്. എന്നിട്ടോ ഇനി തിരിച്ചു വരും. ഇപ്പോൾ അവിടുത്തെ സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം പറഞ്ഞാൽ എന്റെ നിന്റെ പക്ഷം പിടിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്കുമെതിരെ ഒരു അപവാദി അവിടെ ഉണ്ട്. അവൻ ദിനം പ്രതി അപവാദം ചെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുവാൻ അവിടുന്ന് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും വരും. അതിന് തെളിവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് പറയാൻ പ്രാഗൽഭ്യമോ അറിവും വിവരവും പരിജ്ഞാനമുള്ള ദൈവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൈവെക്കുന്നില്ല. സ്തോത്രം. എന്തായാലും ഒരു കാര്യം, യേശു വീണ്ടും വരും തിരുസഭയെ ചേർക്കാൻ. അതാണ് നമ്മുടെ പ്രത്യാശ. ഇത് എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. സ്തോത്രം. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുക. സ്ഥലം ഒരുക്കിയ ഞാൻ അവിടെ ഇരിക്കുവന്നല്ല, തിരിച്ചു വന്ന് ചേർത്തുകൊള്ളും. അതാണ് നമ്മുടെ പ്രത്യാശ. യേശുവിന്റെ വരവിന് ധാരാളം തെളിവുകളുണ്ട്. ഒരു തെളിവ്, ഒത്തിരി ഉള്ളതിൽ ഒരു തെളിവ്, കർത്താവ് തന്നെ ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ, അത് ഭാവികാല സംബന്ധ വിഷയമായിട്ടാണെങ്കിലും കർത്താവ് ഒരു പ്രയോഗം പറഞ്ഞു. നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളമെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഒരു പ്രയോഗം. അത് ആ രണ്ടാം വരവിൻ്റെ 2ാം ഘട്ടത്തോട് ബന്ധപ്പെട്ട ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നെങ്കിൽ ഞാനത് ചെറിയ ഒരു വ്യത്യാസത്തോടെ പറയുക. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നോഹയുടെ കാലം പോലെ. എന്തുവാ നോഹയുടെ കാലം? യേശു വരുന്നതിനൊരു തെളിവാ നോഹയുടെ കാലം പോലെ. എന്തുവാ നോഹയുടെ കാലം? നോഹയുടെ കാലത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാവരും ബോധിച്ച പോലെ നടക്കുക. 6:1 ഉൽപ്പത്തി വായിര്. പെട്ടെന്ന് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അത് വ്യാഖ്യാനിക്കുന്നില്ല. പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. മതി. ഞാൻ ഒരു പദമേ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. എല്ലാരും ബോധിച്ച പോലെ നടക്കുക. യേശുക്രിസ്തുവിന്റെ വരവിന്റെ തെളിവാണ് ബോധിച്ച പോലെ നടക്കുക. ഇപ്പം സഭയ്ക്കകത്താണെങ്കിലും ബോധിച്ച പോലെയല്ലേ നടക്കുന്നേ. ശുശ്രൂഷകന്മാർക്ക് ഒരു കാര്യം തീർത്ത് പറയാനൊക്കത്തില്ല. 2-3 വർഷം അവർ ശുശ്രൂഷിക്കുന്നത്. അത് തന്നെ എത്ര കമ്മിറ്റി കൂടി അവർ പാസ്റ്റർ ഒരു സഭയിലോട്ട് ആക്കുന്നത്. 2 വശമുണ്ട്. ഇവർ കമ്മിറ്റി കൂടി ഒരു 50 സ്ഥലത്ത് വിളിച്ചു ചോദിക്കും പുള്ളി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവർ ചിലർ പറയും തരക്കേടില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ പാസ്റ്റർമാർ നേരത്തെ ട്രാൻസ്ഫർ, എല്ലാവരും അല്ല, ചിലർ അവർ ഒറ്റ നോക്കാൻ പോകും. ഇല്ല, സംഖ്യ 13 പോലെ. 2 വശമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ മിടുക്കന്മാർ പാസ്റ്റർമാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ആ വണ്ടികൾ നിന്റെ സാധനമെല്ലാം ഇങ്ങോട്ട്. അതിന് വേറെ ഇംഗ്ലീഷ് വേടാ പറയുന്നത്. എന്തുവാ? ഞാനത് പറഞ്ഞാൽ തെറ്റിപ്പോകും. വെച്ച് മാറ്റം. അതാണ് എന്റെ ശരി മലയാളം. എനിക്കത് മതി. ഇംഗ്ലീഷ് പറഞ്ഞാൽ ശരിയാകുകയല്ല. വെച്ച് മാറ്റം. സാധാരണക്കാർ ഉപദേശിമാർ ഇപ്പോഴും പൈനിയർ വർക്കും മിഷൻ സ്റ്റേഷനും മിടുക്കന്മാരല്ല, വെച്ചു മാറ്റവും.
ഇത് മിക്കവാറും 10 മണി വരെ യോഗം പോകും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ബോധിച്ച പോലെ നടക്കുക. അതുകൊണ്ട് ദൈവദാസന്മാരെ, സഭയിൽ ശുശ്രൂഷിക്കുന്ന ആദരണീയ കർത്തൃദാസന്മാരുണ്ട്. അവർക്കൊരു കാര്യം തീർത്ത് പറയാനോ ഉപദേശം പറയാനൊക്കത്തില്ല. സഭയിൽ ഇപ്പം പറയാനൊക്കത്തില്ല. ഭാര്യമാരാണെങ്കിലും പറയും, നിങ്ങൾ ആവശ്യമില്ലാത്ത ഉപദേശം ഒന്നും പറയണ്ട, നിങ്ങൾ 3 കൊല്ലം നമ്മൾ എങ്ങനെയല്ല നമ്മുടെ പാടേ ഗതി. കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുക, നിങ്ങൾ അതും ഇതെല്ലാം അന്തും ഇതുമെല്ലാം വിളിച്ച് പറഞ്ഞ അവസാനം ട്രാൻസ്ഫർ എങ്ങാനും കിട്ടി, എങ്ങാനും ആര്യങ്കാവിനാന്നേ ഞാൻ വരികയല്ല, നിങ്ങൾ തന്നെ ആര്യങ്കാവിലോ ഉറുകുന്നിലോ പൊക്കോണം, എന്നെ കിട്ടുകയില്ല. അതോർത്ത് ഭാര്യം പറയും, അവളില്ലാതെ ആര്യങ്കാവിലോട്ട് പോയിട്ടും ആൾക്കാർ ചോദിക്കല്ലേ മേരിക്കുട്ടി എന്ത് ചെയ്യുന്നു? എന്നിട്ട് മേരിക്കുട്ടി ഇളമ്പലാന്ന് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അത് പേടിച്ചപ്പോൾ ഉപദേശം പറയത്തില്ല. അല്ല, ചില സഭയിൽ ഉപദേശം പറയാനൊക്കെ ഉടനെ സെക്രട്ടറി അങ്ങ് എഴുന്നേക്കും. ഇവൻ 2 പേരായി ഒരു നോട്ട് ബുക്കുമായിട്ട് വന്നിങ്ങനെ സെക്രട്ടറി കളിച്ചിരിക്കുക. എല്ലാ സെക്രട്ടറിയുടെയും കാര്യമല്ല. മര്യാദയുള്ള മാന്യന്മാരാകുന്ന സെക്രട്ടറിമാരുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉടക്കന്മാരും സഭയ്ക്കകത്ത് ഉണ്ട്. കമ്മിറ്റി അഭിഷേകം പോലും പ്രാപിക്കാത്തവനാ കമ്മിറ്റിയില്ല. ഇവന്റെ ഉപ്പാപ്പൻ കയറ്റിയതാ ഇവനെ കമ്മിറ്റി. നിന്റെ കുന്തം, ഇപ്പൊ കുന്തമൊന്നും പറയാൻ മേലാത്തൊരു ഞാൻ നമ്മുടെ ഈ വിഷയത്തിലാ. മനസ്സിലാകുന്നുണ്ടോ? കർത്തൃദാസന്മാർക്ക് ഉപദേശം ശരിക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. പറഞ്ഞാൽ ഉടനെ കമ്മിറ്റി കൂടും. പാസ്റ്ററുടെ പ്രസംഗത്തിന്റെ സ്തോത്രം. അത് ഈ ഉപദേശം പറയാത്തത് കൊണ്ട്, കർക്കശമായി ഉപദേശിക്കാത്തത് കൊണ്ടും. മലാക്കി പ്രവചനത്തിൽ വായിക്കുന്നത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് മനസ്സിലാക്കണം. കർത്തൃദാസന്മാർ കർക്കശമായിട്ട് ഉപദേശം പറയണം. പ്രധാനപ്പെട്ട സഭകളിൽ ഞാൻ പറയാനുണ്ട്, നന്നായിട്ട് ഉപദേശം അറിയാവുന്ന ദൈവദാസന്മാരുണ്ട്, പക്ഷെ മിണ്ടാൻ ഒക്കത്തില്ല. പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, കുറുക്കൻ രാജാവാ പക്ഷെ വെളിയിലിറങ്ങാൻ മേല. കുറുക്കൻ രാജാവാ പക്ഷെ പകല്. മനസ്സിലാകുന്നുണ്ടോ? ഉപദേശം പറയാൻ മേല. ഈ ഉപദേശം പറയാത്തത് കൊണ്ട് തന്നെ ബോധിച്ച പോലെ നടക്കുക. നിങ്ങളെ ചില ആരാധനാ സ്ഥലത്ത് ശ്രദ്ധിച്ച് ബോധിച്ച പോലല്ലേ വരുന്നേ. ഇഷ്ടമുള്ളപ്പം വരാം, ഇഷ്ടമുള്ളപ്പം ഇറങ്ങിപ്പോകാം. പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അവിടെ നിന്ന് മൊബൈലിൽ സംസാരിക്കുന്നവന്മാരുണ്ട്. പിന്നെ വിളിക്കും ആരാധന അവിടെ മറ്റേ വണ്ടിയുടെ പിന്നെ പറയാമെന്ന്. എൻ്റെ വണ്ടി അവർ 50,000 ചോദിച്ചത്. ചില താത്ത് പിടിക്കും. യോഗത്തിനിടെ ഇരുന്ന താത്ത് പിടിക്കും. ഇനി കോവിഡ് അല്ല വരേണ്ടത്, വേറെ വല്ല കോടാലിയും വന്ന് നിന്നെയല്ല. ഈ കാര്യം ഉപദേശം എന്ന് പറയട്ടെ, അന്നേരം ട്രാൻസ്ഫർ ആകും. ചർച്ചക്കോടാന്ന് മുളക്കൊടിയിലോട്ട് ഉടനെ കംപ്ലൈന്റ് ചെയ്യും. IPC ആന്നെ കുമ്പനാട്ടോട്ട് കംപ്ലൈന്റ്, AG ആന്നെ പിന്നെ ദൂരെ പോകണ്ട, അങ്ങോട്ട് കയറിയാൽ മതി. അതുകൊണ്ട് ഉപദേശമാരി ഇപ്പൊ ശരിക്കും ഉപദേശം സ്തോത്രം നന്നായിട്ട് ഉപദേശിക്കണം. ഉപദേശിക്കാത്തത് കൊണ്ട് ആ ജനമെല്ലാം ബോധിച്ച പോലെ. ആരാധന നിങ്ങൾ ശ്രദ്ധിച്ച, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഒരു വിഷയവുമില്ലല്ലോ. കടും കളറാന്നേ കടും കളർ, വെള്ളയാന്നേ വെള്ള, ചുമലയാന്നേ ചുമല, നീലയാന്നേ നീല, ഇഷ്ടമുള്ളത്. ഭാഷമാരും പറയും എന്താണ് വന്നാ മതി. ഇപ്പൊ പെണ്ണുങ്ങളെ കണ്ടില്ലേ, തലയെ തുണി ഇടണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ അല്ലേ. അമ്മാമയ്ക്ക് തലയെ തുണി ഇടണമെങ്കിൽ ഇടാ, ഇല്ലെങ്കിൽ ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ, തെറ്റിയോ പറ, തെറ്റിയോ? അതാണോ സഭ? കൈയടിക്കണേ. എന്നാടാ നിന്റെ തപ കമ്പത്തിന്ന് പോലെ അടിച്ചു കയറ്റി വെച്ചാൽ. ഉപദേശം പറയണം, കർക്കശം. 2 എണ്ണം ഉള്ളതിൽ മതിയെന്നേ. ഒടിയ വെള്ളം കുടിച്ചെല്ലാം ചത്തപ്പോ ആകെ രക്ഷപ്പെട്ടത് 8 എണ്ണമാ.
ആകെ രക്ഷപ്പെട്ടത് 8 ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂട്ടി രക്ഷ പ്രാപിച്ചു. സ്നാനത്ത് ബാക്കി മുഴുവൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരോടും ദൈവമക്കളോടും പറയട്ടെ, അവൻ കാലം സമീപിച്ചിരിക്കുക, യേശു വരാറായി. ഇനി ഉഴപ്പി സംസാരിക്കരുത്, കാര്യങ്ങൾ തീർത്ത് പറയണം. നിന്റെ പിള്ളേരുടെ അത് ദൈവം നടത്തിക്കോളും, പെമ്പിളയുടെ കാര്യം ദൈവം നടത്തിക്കോളും, നിന്റെ കാര്യം ദൈവം നടത്തിക്കോളും. വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. ചിലപ്പോൾ സെക്രട്ടറി ട്രഷറും കൂടെ കമ്മിറ്റി കൂടി വെച്ച് പറയും, ഈ പ്രാവശ്യം നമുക്ക് സാലറിയും കൊടുക്കണ്ട, ദേശാംശം കൊടുക്കണ്ട, പോടാ നിന്റെ കൂലറി. പാവം പിടിച്ച ദൈവദാസന്മാർക്ക് നിന്റെ കൂലറിയും കൊടുത്തേച്ച് അവരെ ഇട്ട് കുഴയ്ക്കുക, ഉപദേശവും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജനമെല്ലാം ബോധിച്ച പോലെ നടക്കുക. ബോധിച്ച പോലെ കല്യാണം, പെന്തിക്കോസുകാരുടെ കല്യാണം ബോധിച്ച പോലെ ഒക്കത്തില്ല. പാസ്റ്റർമാരെന്നെ പറഞ്ഞ എടുത്ത് പെരുക്കും, നീ വരണം. പിന്നെ അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സ്തോത്രം, ഉപദേശം തരും പറയണം. ബോധിച്ച പോലെ വരുന്ന, ബോധിച്ച പോലെ ഇരിക്കുന്ന നല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് ക്രമമുണ്ട്, ക്രമീകരണമുണ്ട്, ചിട്ടയുണ്ട്, നിഷ്ഠയുണ്ട്, വ്യവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവ്. ഇങ്ങനെ ബോധിച്ച് ഒന്നുകൂടെ വാക്യം വായിച്ച അല്ല മുടക്കി വെച്ചോ വായിര്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് വല്ലാത്ത കണ്ണ് അതാ കണ്ടിട്ട് നല്ല കാഴ്ചയൊന്നുമല്ല. തങ്ങൾക്ക് ദൈവത്തിന് ബോധിച്ച പോലല്ലെന്നും അവനവന് ബോധിച്ച പോലെ, ദൈവത്തിന് ബോധിച്ച പോലെ ജീവിക്കണം. സ്തോത്രം, ബോധിച്ച പോലെ നടക്കുക. സഭയിലും അങ്ങനല്ലേ ഇപ്പം, ബോധിച്ച പോലെ. ഞാൻ ആ ഭാഗമെല്ലാം ഒന്നും വിവരിക്കുന്നില്ല. സ്തോത്രം. നോഹയുടെ കാലത്ത് ഒരു പ്രത്യേകത. നോഹയുടെ കാലം നിങ്ങൾ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്, 4-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ആ ചെറിയ കണ്ണികയുണ്ടല്ലോ, 5ന്റെ നേരെ മേളിൽ ഒരു ചെറിയ കണ്ണിയുണ്ട്. ആ കണ്ണിക വായിച്ചേ. ആദാമും തന്റെ ഭാര്യയും കൂടെ പിന്നെയും ഒന്നിച്ച് ജീവിച്ചവർക്ക് മകനുണ്ടായി, ശേത്ത്. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യം. തുടങ്ങി ആരാധന തുടങ്ങി. നല്ലതാ, ആരാധന തുടങ്ങട്ടെ. നോഹയുടെ കാലമാ ആരാധന തുടങ്ങി. ആ കാലം മൊത്തം പഠിച്ചാൽ അങ്ങനെ വർഷങ്ങൾ ആൾക്കാർ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ആ കണക്ക്. ഏനോശിന്റെ കാലത്ത് നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഭയങ്കര ആരാധനയാണ്, എല്ലായിടത്തും ആരാധന, വർഷിപ്പ്. നല്ല കാര്യം. ഈ ആരാധന ശക്തമാ. അപ്പൊ തന്നെ ഈ ആരാധനയുടെ ടൈമിലേ ഉള്ളു ഇവര്. അത് കഴിയുമ്പോഴോ സ്റ്റേജ് കാണുമ്പോൾ പാസ്റ്റർ വെള്ള ജിപ്പ് അല്ലെ വെള്ള ഷർട്ട്, നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ പാസ്റ്റർ നോക്കിയപ്പോ കാച്ചട്ട ഇട്ടുകൊണ്ട് നടക്കുന്നു. മനസ്സിലാകുന്നില്ല. മനസ്സിലാകാഴിയൊന്നുമല്ല, നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ട് എന്നെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് ആക്കുകയെന്ന് എനിക്കറിയാം. അല്ലാതെ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല. സൺഡേൽ സ്റ്റേജിൽ നിൽക്കുന്ന പാസ്റ്റർ അല്ലല്ലോ മണ്ടേൽ ടൗണിൽ നിൽക്കുന്നത്. ബോധിച്ച പോലല്ലേ? ആര് ചോദിക്കാനാ? ആരോട് പറയാനാ? വസ്ത്രം മാത്രം. സ്തോത്രം. ഞാൻ ഉദാഹരണം അങ്ങ് പറഞ്ഞ ആരാധന തുടങ്ങി. ഭയങ്കര ആരാധന, ഭയങ്കര കൂട്ടായ്മ, യോഗം. നല്ലത്. ബോർഡ് ഒക്കെ എഴുതി പ്രൈസ് ആൻഡ് വർഷിപ്പ്, പവർ കോൺഫറൻസ്, അപ്പുറം ഫയർ മീറ്റിംഗ്, അപ്പോഴേ അഗ്നിമഴ, അതിനപ്പുറം തീമഴ, അപ്പുറം ഒരു ബോർഡ് ഡുനാമീസ്. എല്ലാം നല്ല കാര്യം, എതിർക്കുന്നില്ല. പക്ഷെ ഇത് കഴിയുമ്പോൾ ബോധിച്ച പോലെ നടക്കുക. ബോധിച്ച പോലെ നടക്കുന്നു. നടക്കുന്ന അണ്ട് ഒരുത്തൻ 2 ഭാര്യയായിട്ട് നടക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 19 വായിച്ചേ, പെട്ടെന്ന് വായിക്കേ. മതി, എന്തിനാ ഒത്തിരി എടുക്കുന്നത്? ലാമേക്ക് ഉറക്കെ വായിച്ചേ.
പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോ മുന്നിൽ ഇരുന്നൊരു കൊച്ചൻ എന്നോട് ചോദിക്കുക, അവൻ ആരും കേട്ടില്ല, അവൻ ചോദിക്കും എടുത്തോന്ന്. അവൻ ഫ്രണ്ടിലിരുന്ന് എന്നോടാ ചോദിച്ചേ, ലാമക്ക് 2 ഭാര്യമാര് എടുത്തെന്ന് ഞാൻ പ്രസംഗിച്ചപ്പം 8 വയസ്സ് കാണാം, അവൻ എന്നോടിക്കാം. പിന്നെ അവൻ ചെറുപ്പമായതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഞാൻ പറഞ്ഞു, മോനെ എടുത്തെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ 2 കൂടെ എടുത്തെന്നല്ല, ഇവൻ 2 സ്ത്രീകളെ വിവാഹം ചെയ്തെന്ന ഉടനെ അവൻ പറയും. അവനിത് ക്ലിയർ ആക്കി കൊടുക്കണം. ബോധിച്ച പോലെ നടക്കുക. ലാമക്ക് 2 ഭാര്യമാരെ വിവാഹം ചെയ്തു, ഇടത്തും വലത്തും, ആദേ സില്ലേ. എന്നിട്ട് ഇവരോട് ഭയങ്കര വീരകൃത്യം പഠിക്കുക. ആദ്യം സില്ലിയുമായി ഉള്ളൂരി എന്റെ വേദപഠിതാക്കള് ചെല്ലു പറയുന്നത്, യവൻ അതിലെ എങ്ങാണ്ടി എന്നെല്ലാം തല്ലും അടിയും പിടിയെല്ലാം ഉണ്ടായി ഒരുത്തനെ അങ്ങ് കൊന്നു. സ്തോത്രം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നിട്ട് ഇവൻ പെണ്ണുങ്ങളോട് വന്ന് വീരവാഹം അടിക്കുക, വഴിവിട്ട് നടക്കുക. ആദയും സില്ലയും ആയുള്ളവര്. ലാമക്ക് 2 ഭാര്യമാരെ എടുത്ത് ജീവിക്കുന്ന ഒരുത്തൻ. മാത്രമല്ല ബോധിച്ച പോലെ, ഇതൊക്കെ നോഹയുടെ കാലത്ത് നടക്കുന്ന കാര്യമാണ്. സ്തോത്രം, സ്തോത്രം. പിന്നെ ഭൗതികവാദം. കാരണം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ കയ്യിന്റെ മകൻ ഒരു ഹാനോക്കുണ്ട്. ആ കയ്യിന്റെ മകനാകുന്ന ഹാനോക്ക് ആ കയ്യിനൊരു പട്ടണം പണിതു. അവന്റെ മകന്റെ പേര് ഹാനോക്ക്. വായിച്ചേ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചേ. അങ്ങനെ കയ്യിനെ യഹോവയുടെ സന്നിധി വിട്ട് പുറത്ത് ഏതിന് കിഴക്ക് നോർദേശത്ത് നിന്ന് പാർത്ത് കയ്യിന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു, ഹാനോക്ക് എന്ന് പേരിട്ടു. അടുത്ത വാക്യം, അവനൊരു പട്ടണം, ഭൗതികവാദമാ, പട്ടണം പണിയ, പട്ടണം. അവനൊരു പട്ടണം പണിതു. എങ്ങനെയുണ്ട് പട്ടണം പണി? സഭ പണിയല്ല, പട്ടണം പണിയ അല്ല, ഭൗതികവാദം. യേശു വരാറായി. ഭൗതിക, നിങ്ങൾ നോക്കിയാൽ മുഴുവൻ ബിൽഡിംഗ് പണിയല്ലേ, മുഴുവൻ പണിയല്ലേ. കാശുള്ള ബന്ധുക്കോസുകാർ പഴയ വാടി ഇടിച്ച് നിരത്തി വീണ്ടും പണിയ. യേശു വരാറായി. 4 ബെഡ്റൂമും അതിന്റെ ചുറ്റുപാടും എല്ലാം ഉള്ള നല്ല വീടാ, വാർത്തതാ. ഇപ്പൊ പിള്ളേർ കാശ് അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും വിട്ടപ്പോ പിള്ളേർക്ക് ഒരു സ്റ്റാൻഡേർഡ് കുറവ്. ഒന്ന് ഇവിടെ നിന്ന് പറഞ്ഞ് അടിച്ച് നിരത്തി വെച്ച് നമുക്ക് പുതിയ വീട് പണിയണം. നിലവിലുള്ള വീടിന് ഒരു കുഴപ്പമോ, അത് പൊട്ടിക്കീറുകയോ ചോർന്നൊലിക്കുകയോ ഒക്കെ ആണെങ്കിലോ ഒക്കെ ന്യായമാണ്. അല്ലെ ഒന്ന് ഇരുത്തി അല്ലെ എന്തെങ്കിലും അപാകത വന്ന് അത് ന്യായമാണ്, ഒരു കുഴപ്പവും ഇല്ല. കാശ് കടന്ന് ഇങ്ങനെ കുത്തിയിട്ട്, മനസ്സിലാകുന്നുണ്ടോ? ഭൗതികവാദം. 2 സ്ത്രീകളുമായിട്ട് ഒരുത്തൻ ജീവിക്കുന്നു, വഴി പിഴച്ച് ജീവിക്കുന്നു, ബോധിച്ച പോലെ നടക്കുന്നു. ഈ 2 സ്ത്രീകൾക്ക് 4 പിള്ളേരുണ്ടായി. യൂബാല് തൂബൽ കയ്യിൻ പെങ്ങൾ നയം. വായിച്ചെടുത്ത വാക്യം അല്ലല്ല, 4-ാം അധ്യായത്തിന്റെ 19 താഴോട്ടുള്ള വാക്യം. ലാമക്ക് 2 ഭാര്യമാരെടുത്തു, ഒരുത്തിക്ക് ആദയെന്നും മറ്റവർക്ക് സില്ല എന്നും പേര്. അടുത്ത വാക്യം, അതാ യാബാലിനെ പ്രസവിച്ചു. യാബാൽ അവൻ കൂടാരവാസികൾക്കും എന്ന് പറയും. ഒറ്റ വാക്ക് പറഞ്ഞ, ഇവൻ ടെന്റ് മേക്കറാ. ഇവൻ ടെന്റ് അടിച്ചാ യോഗം നടത്തുന്നത്. ടെന്റ് അടിച്ച് കോട്ടയത്ത് ഒരു ടെന്റ്, കൊട്ടാരക്കര ഒരു ടെന്റിന്, പുനലൂർ ഒരു ടെന്റ്, ചെല്ലുന്നിടത്തല്ല ടെന്റ് അടിക്കുക. ആൾക്കാർ ഇഷ്ടം പോലെ വന്ന് കയറുക. ടെന്റ് മേക്കറാ. നമുക്കാണ് 60 അടി നീളോ 30 അടി വീതിക്ക് ഒരു പഴയ കോള്, ചാത്തം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു അപ്പനും, ഒരു വശം പൊട്ടി ഒരു തമ്പ് കയറും. നമ്മളിരുന്ന് പാടുക, തീ കത്തിക്കുക, ഈ തള്ള കത്തുകയില്ല, ഇങ്ങേരിട്ട് ഗുണമാകുകയില്ല. അന്നേരം അപ്പുറം അവൻ ടെന്റ് അടിച്ച് ആള് കണ്ടമാനെ ഇളകി. ടെന്റ് മേക്കർ അല്ല, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും. ഇവന്റെ ബ്രദർ യൂബാൽ, വൈര്, എല്ലാം നല്ല ചേർച്ചയുള്ള പേരാ. യൂബാൽ നല്ല പ്രാസം ഒപ്പിച്ച അതിൽ പേരിട്ടത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പേരിടുമ്പോ ഓർത്തോണം യേശു വരാറായി. മനസ്സിലാകുന്നുണ്ടോ? ചെല്ലിങ്ങനെ നെറ്റിൽ തപ്പി ഊപ്പാട് വരിക. പ്രഗ്നന്റ് ആയ അന്ന് മുതൽ ഇവൻ പേര് തപ്പുക. ഭാര്യ മാപ്പിളം പെമ്പളും കൊണ്ട് തപ്പി 1 മാസം ആയുള്ളൂ തപ്പുക. ഞാനതിന് എതിരൊന്നുമല്ല, തപ്പിക്കോ, പക്ഷെ പേര് പോലെ ആയിരിക്കണം. പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. യൂബാൽ. യൂബാലിന്റെ പ്രത്യേകത, യൂബാൽ അവൻ കിന്നരവും വേണമെന്ന് ശടിക്കുന്ന ആളാ ഞാന്. എല്ലാ ഉപകരണങ്ങളും വേണം, പക്ഷേ
ചില ഇടങ്ങളിൽ നമ്മൾ ശുശ്രൂഷയ്ക്ക് ആരാധനയ്ക്ക് ചെന്ന് പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ച് ഏത് പാട്ടാന്ന് പോലും നമുക്കറിയത്തില്ല. ഇതെല്ലാം കൂടെ വെച്ച് അങ്ങോട്ട് അടിച്ച് പെരുക്കി നമ്മളിങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കണം. ഏത് പാട്ടാ, ഏത് വരിയാ അവര്. അപ്പൊ അതിനിപ്പം പോംവഴി കണ്ടുപിടിച്ചു. പാട്ട് തിട്ടമില്ലാത്തതുകൊണ്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ സംഗീത ശുശ്രൂഷകരുടെ വ്യവസ്ഥ പറയാം. സകല വാദ്യ ഉപകരണങ്ങളും പാട്ടിന്റെ കീഴിൽ നിൽക്കണം. പാട്ടിന്റെ കീഴിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ വരികളും പദങ്ങളും പ്രധാന പദങ്ങളും, ചില പാട്ടിലൊക്കെ സാഹിത്യമുണ്ടല്ലോ, അത് നന്നായിട്ട് മനസ്സിലാകണം, കേട്ട് ഗ്രഹിക്കണം. ഇത് വാദ്യോപകരണങ്ങളെല്ലാം കൂടെ ഓളിയം അങ്ങോട്ട് കൂട്ടി ആട്ടിച്ച് പെരുക്കി ഏത് പാട്ടാന്ന് പോലും നമുക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് പെന്തിക്കോസുകാർക്ക് ഒന്നേ തെറ്റുമില്ല, മറന്നു പോകില്ല, അറിയത്തില്ല. ആത്മാവിൽ നിറഞ്ഞു. മെയിൻ ആള് വന്നപ്പോൾ സാന്നിധ്യമാണ്. അതാണ് അതിന്റെ ക്രമം. വേദപുസ്തകത്തിന്റെ ക്രമം പറയാ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പി നടന്നു, തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇന്ന് നേരെ തിരിച്ച. സംഗീതക്കാർ പുറകെ നടക്കുക, വീണക്കാര് ഫ്രണ്ട് നിൽക്കുക, തപ്പ് കൊട്ടുന്ന പെണ്ണുങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട്. ഏത് പാട്ടാ ആരാ പാടുന്നെന്ന് പോലും അറിയാൻ മേല. എനിക്ക് പാടാൻ കൃപയൊന്നുമില്ല, എൻ്റെ സ്വരം നല്ലതല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾക്ക് ചൊവ്വിനറിയാം. ഇന്നാളൊരു തള്ള എന്നോട് ശിവപാസോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുകൂടെ കടന്ന് കാറുന്ന എന്തിനാന്ന്? പാടുന്ന നല്ലവര് പറഞ്ഞേ, എന്തിനാ ഈ രണ്ടുപേരുടെ കടന്ന്? അത് ഞങ്ങൾക്കും അറിയാം. പക്ഷേ കാറ് ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ അതിൻ്റെ വരി, പദം, പ്രയോഗം അകത്ത് ചിന്തിച്ച് ധ്യാനിച്ച് വേണം പാടാൻ. സ്തോത്രം. ഇപ്പൊ അത് ഏത് പാട്ടാന്ന് പോലും നമുക്ക് അറിയത്തില്ല, കേൾപ്പിക്കുന്നില്ലല്ലോ. അടിച്ച് പേരുക്കി അങ്ങോട്ട് ഓളിവെല്ലാം അങ്ങോട്ട് വെച്ച് മൂപ്പിച്ച് അടിച്ച് പിള്ളേരുടെ ഭാഷ എന്തുവാന്ന് എന്നോ അയ്യോ കിടന്നങ്ങ അലമ്പ. അതുകൊണ്ട് ചിലര് അതെല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. വ്യവസ്ഥയുണ്ടെന്ന്. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടി ലക്ഷണമാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ പോവുക, അധികം പറയുന്നില്ല. ആവശ്യമുള്ളതൊക്കെ ആയെന്ന് എനിക്കും ബോധ്യമുണ്ട്. സ്തോത്രം. 1, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. 2, കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. 3, ഒരു മടങ്ങിവരവ് നടക്കാൻ പോവുക. അത് മറ്റാരുമല്ല, യേശു വീണ്ടും വരും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കുക. 4, ഒരു ഉയർപ്പ് നടക്കാൻ പോവുക. മുമ്പേ ഓർപ്പിച്ചല്ലോ, ആമേൻ. ഉയർപ്പ് നടക്കാൻ പോകുക. അതിന്റെ ലക്ഷണങ്ങൾ കണ്ട് യേശു വീണ്ടും വരും. കാഹളം അങ്ങോട്ട് ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം അങ്ങോട്ട് ഉയർക്കും. അവർക്ക് ആ മുൻഗണന. ഒരു ഉയർപ്പ് നടക്കും. എല്ലാവരും ഉയർക്കത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച വിശുദ്ധന്മാർ കാഹളം ധ്വനിക്കൽ ഉയർത്തു വരും. അവർ തേജസ്സിന്റെ ശരീരം പ്രാപിക്കും. ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്താൻ വിവരിക്കുന്നില്ല. ആമേൻ. 5, ഒരു രൂപാന്തരം നടക്കും. അത് ജീവനോടെ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് വേർപാടോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാർ അവൻ മരിക്കുന്നതിന് മുമ്പ് യേശു വരികയാണെങ്കിൽ ആ നിൽക്കുന്ന നിപ്പിൽ അവർ രൂപാന്തരപ്പെടും. കണ്ണ് വെക്കുന്നതിനിടയില ഒരു വേറെ പഠിതാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഒരു സെക്കൻഡിൽ നൊടി നേരം, ഒരു സെക്കൻഡിനെ 8 പകുത്താൽ അതിന്റെ ഒരു ഭാഗത്തിന് എന്തോ സമയ ദൈർഘ്യം വരും. അതിലും ലോപിച്ച രൂപാന്തരം നടക്കുന്നു. സ്തോത്രം, സ്തോത്രം. സാറ് പാടിയ ഒരു പാട്ടുണ്ട്, മരിച്ചവർ ഉയർത്തു വരും, ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം. സ്തോത്രം. അത് സാറ് കൊടുത്തിരിക്കുന്നതിന്റെ പ്രയോഗം ഇങ്ങനെ: പുതിഗന്ധം നിറയുമീ, പുതിഗന്ധം നിറയുമീ ദേഹം തകർത്തിടുമേ, മംഗളം മംഗളമായി
വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പൊ ഭൂതിഗന്ധം നിറയുന്ന ഈ ദേഹം അങ്ങ് തകരും. ഭൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ, ഇല്ലേ? ഇത് ദുർഗന്ധം വരുത്തുന്നതാ. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ഒത്തിരി വേച്ചുകെട്ട് വന്നും ഈ ദേഹത്ത് കൊടുക്കണ്ട. ശുചിത്വം ഉണ്ടായിരിക്കണം, യോഗ്യമായിട്ടും വൃത്തിയായിട്ടും ഈ ശരീരം കാക്കണം. ഇതിനെ നശിപ്പിക്കരുത്, നശിപ്പിക്കുന്ന യാതൊരു പ്രവർത്തിയിലും ഏർപ്പെടരുത്. ഇത് പവിത്രമായിട്ട് കാക്കണം. പക്ഷേ ആവശ്യമില്ലാത്ത വേച്ചുകെട്ട് ഒന്നും കൊടുക്കരുത്. ഇത് ഭൂതിഗന്ധം വരുത്തുന്ന ശരീരമാണ്. ഭൂതിഗന്ധം പറയുന്ന ദുർഗന്ധം. മരിച്ചേ 2 ദിവസം അടക്കാതെ മോർച്ചറി വെക്കാതെ ചുമ്മാ ഒന്ന് വെച്ചേ, നടപടിയുള്ള കേസല്ല. അപ്പൊ ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. ഈ ഭൂതിഗന്ധം ഉണ്ടാക്കുന്ന ശരീരം അങ്ങ് തകരും. എന്നിട്ടോ സാറ് കൊടുത്ത അടുത്ത ലൈനുണ്ട്, പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം, മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പോൾ ഈ ദുർഗന്ധമുള്ള ശരീരം മാറി ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയോ ന്യായപരമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. പക്ഷെ ഒരുവൻ മരിച്ചവൻ ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ജീവിക്കുമെന്നും ചോദിക്കുന്നത് മൂഢ, നീ ഇവരൊക്കെ സത്തില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ ഇവരൊക്കെ ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നിദ്ര പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്, വചനം കൊണ്ട് ആശ്വസിച്ചോണം. 2, കർത്താവിൽ നിദ്ര പ്രാപിച്ചവർക്ക് അറിവില്ലാതിരിക്കരുത്, വചനം കൊണ്ട് ആശ്വസിച്ചോണം. 3, യേശു വീണ്ടും മടങ്ങി വരും. 4, ഒരു ഉയർപ്പ് നടക്കാൻ പോവുക. 5, ഒരു രൂപാന്തരം നടക്കാൻ പോവുക. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുക. 6ാമത്തെ കാര്യം, ഒരു സമാഗമ സമ്മേളനം നടക്കാൻ പോവുക. അത് മറ്റൊന്നുമല്ല, കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. സങ്കീർത്തനക്കാരന്റെ ഭാഷയ്ക്ക് പറഞ്ഞ ഉഷസ്സിന്റെ കുതിരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരികയും ജീവനോടിരിക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് 2 കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. പൗലോസ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. നമ്മുടെ പ്രത്യാശ ശ്രേഷ്ഠമേറിയ പ്രത്യാശയാ, ഇത് ഭാഗ്യകരമായ പ്രത്യാശയാ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു പഴയ പാട്ടിന്റെ 2 വരി നമുക്കൊന്ന് ചെയ്യാറ്. എല്ലാവരും കൂടെ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ എഴുതിടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം
ബലഹീനമോ ഓ തീരാത്ത പാപവ്യാധിയെയും ഓ മാറാത്ത ബലഹീനമോ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി നാടിപ്പിണരാൽ കുരിശിൽ ചുമന്നു നിന്നെ ഓ സൗഖ്യമാക്കി നാടിപ്പിണ